ഹായ് ഫ്രണ്ട്സ്, കമ്പനികളുടെ Q3 റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഇതേ സമയം തന്നെ നിഫ്റ്റിയിൽ വൻതോതിലുള്ള ഉയർച്ചകളും താഴ്ചകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഒരു സ്റ്റോക്കിൽ ലോങ് ടേം ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ക്വാർട്ടർലി റിസൾട്ടുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. പോർട്ട്ഫോളിയോയിലുള്ള സ്റ്റോക്കുകളുടെ ബിസിനസ് വളരുന്നുണ്ടെങ്കിൽ ആ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യാൻ നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടാകും. ക്വാർട്ടർലി റിസൾട്ടുകൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി നോക്കുന്നത് അതിൻ്റെ ഇയർ ഓൺ ഇയർ സെയിൽസ് ഗ്രോത്തും അതേപോലെ ഇയർ ഓൺ ഇയർ പ്രോഫിറ്റ് ഗ്രോത്തുമാണ്. അതായത് കഴിഞ്ഞ ഡിസംബർ ക്വാർട്ടറിൽ, അതായത് 2022 ഡിസംബർ ക്വാർട്ടറിലെ റിസൾട്ടിനെ ഈ വർഷത്തെ ഇൻ ദ സെൻസ് 2023 ഡിസംബർ ക്വാർട്ടറുമായി താരതമ്യം ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതാണ് ഇയർ ഓൺ ഇയർ റിസൾട്ട് എന്ന് നമ്മൾ പറയുന്നത്. കൂടാതെ ഷെയർ ഹോൾഡിംഗ് പാറ്റേണിൽ കഴിഞ്ഞ 3 മാസം വന്ന മാറ്റങ്ങളും നമ്മൾ പരിശോധന വിധേയമാക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇയർ ഓൺ ഇയറിൽ 15% കൂടുതൽ സെയിൽസ് ഗ്രോത്തും അതേപോലെ 15% കൂടുതൽ പ്രോഫിറ്റ് ഗ്രോത്ത് കാണിക്കുകയും അതേപോലെ തന്നെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് 1% കൂടുതൽ ഹോൾഡിംഗ് വർദ്ധിപ്പിക്കുകയും ചെയ്ത 8 സ്റ്റോക്കുകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത്. പല സ്റ്റോക്കുകളിലും ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് അവരുടെ ഹോൾഡിംഗ് വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിലും 1% കൂടുതൽ ഈ ഡിസംബർ ക്വാർട്ടറിൽ വർദ്ധിപ്പിച്ച അത്തരം സ്റ്റോക്കുകൾ മാത്രമാണ് ഞാനിവിടെ പരിഗണിച്ചത്. അപ്പോൾ ഇതൊരു ബൈങ് റെക്കമെൻഡേഷൻ അല്ല, മറിച്ച് ഈ സ്റ്റോക്കുകൾ നിങ്ങൾ പഠന വിധേയമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇവിടെ ഈ വീഡിയോ ചെയ്യുന്നത്. R4Eയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇവിടെ ആദ്യത്തെ സ്റ്റോക്ക് സ്റ്റെർലിംഗ് ആൻഡ് വിൽസൺ റിന്യൂവബിൾ എനർജി ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഇതൊരു സോളാർ എനർജി സെഗ്മെൻറ്റിലെ 11,000 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു സ്മോൾ ക്യാപ്പ് കമ്പനിയാണ്. ഈ കമ്പനിയുടെ സെയിൽസ് 2022 ഡിസംബറിൽ 407 കോടി ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഈ 2023 ഡിസംബർ ക്വാർട്ടറിൽ 583 കോടിയായിട്ട് വളർന്നിട്ടുണ്ട്. അതായത് ഏകദേശം ഒരു 43% ഒരു വളർച്ച നമുക്കിവിടെ കാണാൻ കഴിയും. കമ്പനിയുടെ പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ 2022 ഡിസംബറിൽ അത് -99 കോടിയായിരുന്നു. അതായത് കമ്പനി നഷ്ടത്തിലായിരുന്നു എന്നർത്ഥം. അപ്പോൾ ആ സ്ഥാനത്ത് നിന്ന് ഈ 2023 ഡിസംബർ ക്വാർട്ടറിൽ അത് -62 ആയിട്ട് നഷ്ടം കുറച്ച് വന്നിട്ടുണ്ട് എന്ന് കാണാം. അതായത് 37% ഒരു ഡിഫറൻസാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് സ്വാഭാവികമായിട്ടും DISനെ ആകർഷിച്ചിട്ടുണ്ടാവാം. അപ്പോൾ അവർ തങ്ങളുടെ ഹോൾഡിംഗ് ഇതിൽ 5.94% നിന്നും 9.76% വർദ്ധിപ്പിച്ചത് കാണാം. അതായത് 4.19% ഒരു വർധന നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതൊരു വളരെ പരിഗണിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. വർഷങ്ങളായി വളരെ മോശം പ്രകടനം കാഴ്ചവെച്ച ഒരു സ്റ്റോക്കായിരുന്നു ഈ സ്റ്റോക്ക്. അതായത് ഇൻവെസ്റ്റേഴ്സിനെ നിരാശപ്പെടുത്തിയ ഒരു സ്റ്റോക്കായിരുന്നു. എന്നാൽ കഴിഞ്ഞ 6 മാസം പ്രത്യേകിച്ച് റിന്യൂവബിൾ എനർജി സെഗ്മെൻറ്റിലുണ്ടായിട്ടുള്ള ഒരു ബൂം അത് ഈ സ്റ്റോക്കിന് ഗുണം നൽകി. അപ്പോൾ 38% റിട്ടേൺ ഈ സ്റ്റോക്ക് നൽകി. ഇപ്പോൾ അതൊരു മൾട്ടി ഇയർ ബ്രേക്കൗട്ടിലേക്ക് നീങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അതിൻ്റെ ചാർട്ട് പരിശോധിച്ചാൽ. അപ്പോൾ DIS ഹോൾഡിംഗ് വർദ്ധിപ്പിച്ചതിൻ്റെ പിന്നിൽ സ്വാഭാവികമായിട്ട് അവർ ഈ സ്റ്റോക്കിൽ ഒരു ഫ്യൂച്ചർ ഗ്രോത്ത് കാണുന്നുണ്ട് എന്നാണ് നമുക്ക് വ്യക്തം. കാരണം ഞാനിവിടെ പരാമർശിക്കുന്ന 8 സ്റ്റോക്കുകൾ ഏറ്റവും അധികം DIS അവരുടെ ഹോൾഡിംഗ് വർദ്ധിപ്പിച്ചത് ഈ സ്റ്റോക്കിലാണ് എന്നുള്ളതുകൊണ്ടാണ് ഞാനിത് ആദ്യം പരാമർശിച്ചത്. ഇനി രണ്ടാമത്തെ സ്റ്റോക്ക് ജമ്മു ആൻഡ് കാശ്മീർ ബാങ്കാണ്. 14,000 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള ഈ ബാങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് കാര്യമായ ഹോൾഡിംഗ് ഉള്ള കമ്പനിയാണ്. ഈ ബാങ്കിൻ്റെ സെയിൽസ് റവന്യൂ 2022 ഡിസംബർ ക്വാർട്ടറിൽ അത് 2,441 കോടി ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ ഈ 2023 ഡിസംബർ ക്വാർട്ടറിൽ 2,881 കോടിയായിട്ട് വളർന്നിട്ടുണ്ട്. അതായത് ഏകദേശം ഒരു 18% ഒരു വളർച്ച നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ കമ്പനിയുടെ പ്രോഫിറ്റ് 2022 ഡിസംബറിൽ 307 കോടി ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 2023 ഡിസംബർ ക്വാർട്ടറിൽ 423 കോടിയായി മാറിയത് കാണാം. അതായത് 37% ഒരു വളർച്ച പ്രോഫിറ്റിലും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. കൂടാതെ DIS തങ്ങളുടെ ഹോൾഡിങ് 4.92% നിന്ന് 7.81% വർദ്ധിപ്പിച്ചത് കാണാം. അതായത് 2.89% വർധനവ്. ഇത് വളരെ പരിഗണിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ 6 മാസത്തിൽ 86% ബമ്പർ റിട്ടേൺ നൽകിയ ഒരു സ്റ്റോക്കാണ് ജമ്മു ആൻഡ് കാശ്മീർ ബാങ്ക്. നമ്മുടെ അടുത്ത സ്റ്റോക്ക് ലീഡിംഗ് പൈപ്പ് നിർമ്മാതാക്കളായ സ്റ്റീൽ പൈപ്പ് നിർമ്മാതാക്കളായ ഹൈടെക് പൈപ്പ്സ് എന്ന് പറയുന്ന കമ്പനിയാണ്. 2,000 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു സ്മോൾ ക്യാപ്പ് കമ്പനിയാണിത്. ഈ കമ്പനിയുടെ സെയിൽസ് 2022 444 കോടി ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 2023 ഡിസംബർ ക്വാർട്ടറിൽ 518 വളർന്നത് കാണാം. അതായത് 16.74% ഒരു വളർച്ച സെയിൽസിലുണ്ടായിട്ടുണ്ട്. അതുപോലെ കമ്പനിയുടെ പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ വെറും 8 കോടി ഉണ്ടായിരുന്ന ആ ഒരു പ്രോഫിറ്റ് ഇപ്പോൾ 12 കോടിയായിട്ട് മാറിയത് കാണാം.
അതായത് 43% വളർച്ച പ്രോഫിറ്റിലും ഉണ്ടായതായിട്ട് നമുക്കിവിടെ കാണുന്നുണ്ട്. കൂടാതെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് തങ്ങളുടെ ഹോൾഡിംഗ് 4.82% നിന്ന് 7.45% വർദ്ധിപ്പിച്ചത് കാണാം. അതായത് 2.63% ഒരു വർധന നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ 90% ഒരു വമ്പിച്ച റിട്ടേൺ കഴിഞ്ഞ 6 മാസം ഈ സ്റ്റോക്ക് നൽകിയിട്ടുണ്ട്. അത് വളരെ പരിഗണിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം 6 മാസം കൊണ്ട് സ്റ്റോക്കിൻ്റെ പ്രൈസ് ഡബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റോക്ക് നമുക്ക് ഒരു പഠന വിധേയമാക്കേണ്ട ഒരു സ്റ്റോക്ക് തന്നെയാണ്. പ്രത്യേകിച്ച് ചെറിയ പ്രൈസിൽ ട്രേഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണിത്. ഇനി അടുത്ത സ്റ്റോക്ക് 197 കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, അഥവാ ഇന്ത്യയിലെ ഓൺലൈൻ പേയ്മെൻറ്റ് ഇക്കോസിസ്റ്റത്തിലുള്ള അവയിലുള്ള കമ്പനികളിൽ പ്രധാനപ്പെട്ട ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം കമ്പനിയായിട്ടുള്ള പേടിഎം എന്ന് പറയുന്ന കമ്പനിയുടെ സ്റ്റോക്കാണിത്. ഈ സ്റ്റോക്ക് 49,000 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു മിഡ് ക്യാപ് കമ്പനിയാണ്. ഇതിൻ്റെ IPO നമുക്കറിയാം വൻ പരാജയമായിരുന്നു. ഈ കമ്പനിയുടെ സെയിൽസ് 2022 ഡിസംബറിൽ 1574 കോടി ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 2023 ഡിസംബർ ക്വാർട്ടറിൽ 2138 കോടിയായിട്ട് വളർന്നിട്ടുണ്ട്. അതായത് 35% വമ്പിച്ച വളർച്ചയാണ് പേടിഎമ്മിൽ കാണാൻ കഴിയുന്നത്. ഇനി കമ്പനിയുടെ പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ 2022 ഡിസംബർ ക്വാർട്ടറിൽ -436 ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ അത് -254 ആയിട്ട് കുറഞ്ഞതായിട്ട് കാണാം. അതായത് നഷ്ടം കുറഞ്ഞതായിട്ട് കാണാം. അതായത് 37% ഒരു ഡിഫറൻസ് നമ്മൾ പ്രോഫിറ്റിൽ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സ്റ്റോക്ക് അതിൻ്റെ നഷ്ടം കുറച്ച് കൊണ്ടുവന്ന് പ്രോഫിറ്റിലേക്ക് നീങ്ങുന്നതായിട്ടുള്ളൊരു സാഹചര്യം സൃഷ്ടിക്കാൻ ഈ സ്റ്റോക്കിന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം DIS തങ്ങളുടെ ഹോൾഡിങ് 4.05%-ൽ നിന്നും ഇപ്പോൾ 6.07% വർദ്ധിപ്പിച്ചത് കാണാം. അതായത് 2.02%-ൻ്റെ ഒരു വർധന നമുക്ക് ഇതിൽ കാണാൻ കഴിയും. അപ്പോൾ IPOയ്ക്ക് ശേഷം ഇൻവെസ്റ്റേഴ്സിൻ്റെ പണം വൻതോതിൽ നഷ്ടപ്പെടുത്തിയ ഈ സ്റ്റോക്കിൻ്റെ ഈ റിസൾട്ടിലുണ്ടായ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കാരണം കഴിഞ്ഞ ഒരു മാസം നമുക്ക് 23% റിട്ടേൺ ഈ സ്റ്റോക്കിൽ ആദ്യമായിട്ട് കാണാൻ കഴിഞ്ഞു എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയാണ്. നമ്മുടെ അടുത്ത സ്റ്റോക്ക് ഹൗസിംഗ് ഫിനാൻസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഹോം ഫസ്റ്റ് ഫിനാൻസ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്റ്റോക്കാണ്. 8000 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു സ്മോൾ ക്യാപ് കമ്പനിയാണ്. ഈ കമ്പനിയുടെ സെയിൽസ് 2022 ഡിസംബറിൽ 205 കോടി ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 2023 ഡിസംബർ ക്വാർട്ടറിൽ 296 കോടിയായിട്ട് വളർന്നിട്ടുണ്ട്. അതായത് 44% ഒരു വമ്പിച്ച വളർച്ച സെയിൽസിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ കമ്പനിയുടെ പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ 2022 ഡിസംബറിൽ 59 കോടി ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 2023 ഡിസംബർ ക്വാർട്ടറിൽ 79 കോടിയായിട്ട് മാറിയതായിട്ട് കാണാം. അതായത് ഏകദേശം 34% ഒരു വളർച്ച പ്രോഫിറ്റിൽ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് തങ്ങളുടെ ഹോൾഡിംഗ് 9.96%-ൽ നിന്നും 11.72% ആയിട്ട് വർദ്ധിപ്പിച്ചത് കാണാം. അതായത് ഒരു 1.76%-ൻ്റെ ഒരു വർധനവ്. അപ്പോൾ സ്റ്റോക്കിൻ്റെ റിട്ടേൺ പക്ഷേ അത്ര ആകർഷകമായിരുന്നില്ല കഴിഞ്ഞ വർഷം. കാരണം 31% ഒരു വർഷത്തെ റിട്ടേണും 6 മാസത്തെ റിട്ടേൺ നോക്കുകയാണെങ്കിൽ വെറും 18% മാത്രമാണ്. അപ്പോൾ എന്നിട്ടും എന്തുകൊണ്ട് DIS ഈ സ്റ്റോക്കിൽ അവരുടെ സ്റ്റേക്ക് വർദ്ധിപ്പിക്കുന്നു എന്നുള്ളത് നമ്മൾ പഠന വിധേയമാക്കേണ്ട ഒരു വിഷയമാണ്. അടുത്തത് കാനറ ബാങ്ക് പ്രൊമോട്ട് ചെയ്യുന്ന ഹൗസിംഗ് ലോൺ രംഗത്ത് പ്രവർത്തിക്കുന്ന കാൻഫിൻ ഹോംസ് എന്ന് പറയുന്ന സ്റ്റോക്കാണ്. 10,000 കോടിയാണ് ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ്. ഈ കമ്പനിയുടെ സെയിൽസ് 2022 ഡിസംബറിൽ 710 കോടി ഉണ്ടായിരുന്ന സ്ഥാനത്ത് 2023 ഡിസംബർ ക്വാർട്ടറിൽ 901 കോടിയായിട്ട് വളർന്നതായിട്ട് കാണാം. 27% ഒരു വളർച്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇനി കമ്പനിയുടെ പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ 2022 ഡിസംബറിൽ 151 കോടി ഉണ്ടായിരുന്ന 151 കോടി ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ ഈ ഡിസംബർ ക്വാർട്ടറിൽ 200 കോടിയായിട്ട് അത് മാറിയതായിട്ട് കാണാം. 32% ഒരു വമ്പിച്ച വളർച്ച പ്രോഫിറ്റിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് തങ്ങളുടെ ഹോൾഡിംഗ് 27.41-ൽ നിന്ന് ഇപ്പോൾ 28.46% വർദ്ധിപ്പിച്ചത് കാണാം. അതായത് ഒരു 1.05%-ൻ്റെ വർധനവ്. സ്റ്റോക്ക് അതിൻ്റെ ഹൈയിൽ നിന്നും ഇപ്പോൾ ഒരു കൺസോളിഡേഷൻ ഫേസിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുക എന്നാണ് നമുക്ക് ചാർട്ടിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷം അത് 36%-ൻ്റെ റിട്ടേൺ ആണ് ഇൻവെസ്റ്റേഴ്സ് നൽകിയിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ സ്റ്റോക്ക് ഒരു ഡൗൺ ട്രെൻഡ് എന്ന് പറയാനാവില്ലെങ്കിലും ഒരു റേഞ്ചിൽ ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിലൊരു ബ്രേക്ക് ഔട്ട് ഉണ്ടാകുമോ എന്ന് നമുക്ക് ഉറ്റുനോക്കേണ്ടത്. കാരണം DIS എന്തുകൊണ്ട് ഇതിൽ സ്റ്റേക്ക് വർദ്ധിപ്പിച്ചു എന്നുള്ളതും നമ്മൾ ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ്. ഇനി അടുത്തത് ഫിനാൻസ് ബാങ്കിങ് രംഗത്ത് വളർന്നു വരുന്ന സ്റ്റോക്കായ IDFC ഫസ്റ്റ് ബാങ്കാണ്. ഈ സ്റ്റോക്ക് 59,000 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള ഈ സ്റ്റോക്കിൻ്റെ റിസൾട്ട് നമ്മൾ നോക്കിയാൽ ഈ കമ്പനിയുടെ സെയിൽസ് റവന്യൂ 2022 ഡിസംബർ ക്വാർട്ടറിൽ 5,912 കോടി ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഈ 2023 ക്വാർട്ടറിൽ 7,850 കോടിയായിട്ട് വളർന്നതായിട്ട് കാണാം. അതായത് 33% വളർച്ച IDFC ഫസ്റ്റ് ബാങ്കിൽ നമുക്ക് കാണാൻ കഴിയും.
ഇനി കമ്പനിയുടെ പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ 2022 ഡിസംബറിൽ 617 കോടി ഉണ്ടായിരുന്ന സ്ഥാനത്ത് 2023 ഡിസംബർ ക്വാർട്ടറിൽ 732 കോടിയായിട്ട് അത് മാറിയതായിട്ട് കാണാം. അതായത് 18% ഒരു വളർച്ച പ്രോഫിറ്റിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് തങ്ങളുടെ ഹോൾഡിംഗ് 5.58% നിന്നും 6.63% ആയിട്ട് വർദ്ധിപ്പിച്ചത് കാണാം. അതായത് 1.05% ഒരു വർധനമാണ് കൂടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ 40% റിട്ടേൺ ആണ് കഴിഞ്ഞ വർഷം ഈ സ്റ്റോക്ക് ഇൻവെസ്റ്റേഴ്സിന് നൽകിയത്. ഇനി ഏറ്റവും അവസാനമായി പറയാനുള്ളത് കേരള ബേസ്ഡ് ആയിട്ടുള്ള സൗത്ത് ഇന്ത്യൻ ബാങ്ക് എന്ന് പറയുന്ന ബാങ്കാണ്. ഇതിൻ്റെ സ്റ്റോക്ക് 6500 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു സ്മോൾ ക്യാപ്പ് കമ്പനിയാണ്. ഇതിൻ്റെ റിസൾട്ട് നോക്കുകയാണെങ്കിൽ ഈ കമ്പനിയുടെ സെയിൽസ് റവന്യൂ 2022 ഡിസംബറിൽ 1898 കോടി ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 2023 ഡിസംബർ ക്വാർട്ടറിൽ 2184 കോടിയായി വളർന്നിട്ടുണ്ട്. അതായത് 15% ഒരു വളർച്ച നമുക്ക് സെയിൽസ് റവന്യൂവിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇനി കമ്പനിയുടെ പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ 2022 ഡിസംബറിൽ 103 കോടി ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഈ 23 ഡിസംബറിൽ 305 കോടിയായിട്ട് മാറിയത് കാണാം. അതായത് 197% ഒരു തകർപ്പൻ മുന്നേറ്റം പ്രോഫിറ്റിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഈ മുന്നേറ്റം എല്ലാവരും അത്ഭുതപ്പെടുത്തിയൊരു മുന്നേറ്റമാണെന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് തങ്ങളുടെ ഹോൾഡിംഗ് അതുകൊണ്ട് തന്നെ 6.59% നിന്നും 7.61% ആയി വർദ്ധിപ്പിച്ചത് കാണാം. 1.02% ഒരു വർധനവ് ഇവർ അവരുടെ ഹോൾഡിങ്ങിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ 6 മാസത്തെ റിട്ടേൺ 51%. അതായത് ഒരു വർഷം ഏകദേശം 100% റിട്ടേൺ, അതായത് പ്രൈസ് ഡബിൾ ആക്കാൻ ഈ സ്റ്റോക്കിന് സാധിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ പരാമർശിച്ച ഈ സ്റ്റോക്കുകൾ, ഈ പറഞ്ഞ 8 സ്റ്റോക്കുകളും നിങ്ങൾ കൂടുതൽ പഠന വിധേയമാക്കുക. കാരണം ഇതൊരിക്കലും ഒരു ഭയങ്കര റെക്കമെൻഡേഷനെ കാണരുത്. പലരും അങ്ങനെ കാണുന്നുണ്ട്, അത് തെറ്റാണ്. നിങ്ങൾ കൂടുതൽ പഠനം വിധേയമാക്കി നിങ്ങൾക്ക് ബോധ്യം വന്നാൽ മാത്രം സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യുക. ഇനി കൂടുതൽ അഡ്വൈസ് വേണം, മറ്റേ ഫൈനാൻഷ്യൽ അഡ്വൈസേഴ്സിനെ കണ്ടതിന് ശേഷം മാത്രം സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.